എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇവിടെ കർക്കടക വാവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഒരാളൊരു സംശയം വന്നു. നോക്കുമ്പോഴേക്കും ഒരാളതല്ല, നിരവധി ആൾക്കാർ അതേ സംശയം ചോദിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? കർക്കടക വാവിൻ്റെ അന്ന് രാത്രി പലരും വീടുകളിൽ അകത്ത് വെച്ച് കൊടുക്കുക എന്നൊരു ചടങ്ങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചടങ്ങുകൾ ചെയ്യുന്നതിനെക്കുറിച്ച് ചെയ്ത വീഡിയോ ആണ് അത്. അപ്പോൾ ഇവർ ചോദിക്കുന്നത്, ഈ കർക്കടക വാവിൻ്റെ അന്ന് ഈ അകത്ത് വെച്ച് കൊടുക്കുന്നത് പോലെ തിരുവോണത്തിനും വിഷുവിനും നമ്മുടെ വീട്ടിൽ സന്തോഷകരമായിട്ടുള്ള അന്തരീക്ഷത്തിലൊക്കെ തന്നെ ഇത്തരത്തിൽ അകത്ത് വെച്ച് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പൊരുൾ മനസ്സിലായല്ലോ? അപ്പോൾ ഈ സംശയം നിരവധി ആൾക്കാരുണ്ട്. നിങ്ങൾക്കറിയാം, ആ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത്രയേറെ സംശയങ്ങളാണ് ഓരോ ആൾക്കാർ ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഈ തിരുവോണത്തിനും വിഷുവിനും ഒക്കെ നമ്മളിങ്ങനെ ഇലയിട്ടിട്ട് ആദ്യം ഭക്ഷണം വിളമ്പാറുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് വേണം? നമ്മളെല്ലാവരും ഇരിക്കുമ്പോൾ ആദ്യം ഒരു ഇല ഇടും. ആദ്യം ഭക്ഷണം അവിടെ വിളമ്പും, വെള്ളം അവിടെ വിളമ്പും, പായസം അവിടെ വിളമ്പും. അതിനുശേഷമാണ് എല്ലാവർക്കും തരിക. പക്ഷേ ഈ സങ്കല്പം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ പിതൃക്കളാണ് എന്നാണ്. എന്നാൽ പിതൃക്കൾക്ക് നമ്മൾ അങ്ങനെ ഒരു ചടങ്ങില്ല. അങ്ങനെ ഒരു ചടങ്ങ് നമ്മൾക്കില്ല. പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആഘോഷ ദിവസങ്ങളിൽ പിതൃക്കളെ സങ്കല്പിച്ചു കൊണ്ടുവെക്കുന്ന ചടങ്ങില്ല. പിതൃക്കൾക്ക് വേണ്ടി അങ്ങനെ സങ്കല്പിച്ച് വെക്കുന്നത് ഒന്ന് അവരുടെ ആണ്ട് ബലിയുടെ സമയത്ത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ല എങ്കിൽ കർക്കിടക വാവ്, തുലാം വാവ് ഒക്കെ ഉണ്ടല്ലോ, ആ വാവിൻ്റെ അന്ന് മാത്രം. മറ്റൊരു ദിവസവും പിതൃക്കൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യാറില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇങ്ങനെ വെക്കുന്നത് അതിൻ്റെ പിന്നിൽ മറ്റൊരു സങ്കല്പമുണ്ട്. അതാണ് നമ്മൾ അറിയാതെ പോകുന്നത്. കാരണം നമുക്കതറിയില്ല. ആരൊക്കെ ചെയ്തു വരും, നമ്മളത് ചെയ്യുന്നു എന്ന് മാത്രം. തിരുവോണ നാളിൽ നമ്മളിത് ചെയ്യുന്നുണ്ട് ഇല്ലേ? നിർബന്ധമായിട്ട് ചെയ്യണം. എന്താ? അന്നത്തെ ദിവസം ഒരു മഹാസംഭവം നടന്നതാ. എന്താ? തിരുവോണം എന്ന് പറഞ്ഞാൽ എന്താ? സാക്ഷാൽ നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ് തിരുവോണം. ജന്മനക്ഷത്രം, മഹാവിഷ്ണുവിൻ്റെ ജന്മനക്ഷത്രമായിട്ടാണ് തിരുവോണത്തെ കാണുന്നത്. അതേ നക്ഷത്രത്തിൻ്റെ അന്ന് മഹാവിഷ്ണുവിൻ്റെ മറ്റൊരു അവതാരം കൂടി ഉണ്ടായിട്ടുണ്ട്. അത് സാക്ഷാൽ വാമനമൂർത്തിയാണ്. മഹാവിഷ്ണുവിനും അവതാരത്തിനും ഒരേ നക്ഷത്രം വരുന്നത് തിരുവോണമാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഈ തിരുവോണ നാളിൽ വാമനമൂർത്തിയുടെ ജന്മമുള്ള കാലഘട്ടമാണ്, അല്ലെങ്കിൽ ആ ദിവസമാണ് വാമനമൂർത്തി ജനിച്ച ദിവസം. ആ വാമനമൂർത്തി ജനിക്കുന്ന സമയത്ത് വാമനമൂർത്തി എന്തിനാ ജനിച്ചത് അത് നമ്മൾ മനസ്സിലാക്കണം. കുറേ കെട്ടുകഥകൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വാമനമൂർത്തി എന്തിനാണ് ജനിച്ചതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയുന്നത് ഭാഗവതത്തിലുണ്ട്. കുറേ കൂടി വിശദമായി പറയുന്നത് വാമന പുരാണത്തിലാണ്. വാമന പുരാണം എൻ്റെ അടുത്തുള്ളതാണ്, ഞാൻ വായിച്ചതാണ്. അപ്പോൾ ഈ വാമന പുരാണത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന വാമനമൂർത്തി ജനിക്കാൻ കാരണം ഒരു അഹങ്കാരിയായിട്ടുള്ള ശ്രേഷ്ഠനായ വ്യക്തിയുണ്ട്. നല്ല വ്യക്തിയാണ്, പക്ഷെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ടായിരുന്നത്. നല്ല പാൽപ്പായസമാണ്, പക്ഷെ അതിൽ മണ്ണെണ്ണ ഒഴിച്ചാൽ എന്താ അവസ്ഥ? ആ മണ്ണെണ്ണ ഒഴിച്ച് ആ പായസം ഒന്നിനും കൊള്ളില്ല. നല്ല സ്വഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ അവൻ ആ മനുഷ്യനല്ലാതായി തീരും, അല്ലെങ്കിൽ അവൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെടും. അപ്പോൾ അഹങ്കാരം പിടിച്ച ഇന്ദ്രസേനൻ എന്ന് പറയുന്ന രാജാവിൻ്റെ അഹങ്കാരം തീർക്കാനായിട്ടാണ് ഈ പറയുന്ന വാമനമൂർത്തി വരുന്നത്. വാമനമൂർത്തി വരുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഇത് കൃത്യമായിട്ട് വാമന പുരാണത്തിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അഹങ്കാരം എന്നുള്ളത്. ഈ വാമനമൂർത്തി ഈ വാമന പുരാണത്തിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ ഈ പറയുന്ന ഇന്ദ്രസേനൻ തൻ്റെ പിതാമഹനായിട്ടുള്ള പ്രഹ്ലാദനോട് മഹാവിഷ്ണുവിനെ വളരെ മോശമായി പുച്ഛിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ അവസരത്തിൽ പ്രഹ്ലാദൻ തന്നെ ഈ പറഞ്ഞ ഇന്ദ്രസേനെ ശപിക്കുന്നുമുണ്ട്. നീ അധപ്പതിച്ചു പോകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശപിക്കുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ വാമന പുരാണത്തിൽ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
നമ്മൾ കേട്ട കഥകൾ പലതുമായിരിക്കും. അതൊക്കെ നമ്മളെ ഈ സനാതന ധർമ്മത്തെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കഥകളാണെന്ന്. അതും പുരാണ ഗ്രന്ഥത്തിലില്ലാത്ത കഥയാണ് നമ്മൾ കേട്ടിട്ടുള്ള കഥ. അത് ഇന്ദ്രസേനൻ എന്ന് പറയുന്ന ആ രാജാവാണ് മഹാബലി എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്ദ്രസേനനെ മഹാബലി എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. മഹാബലി എന്ന് അദ്ദേഹത്തിൻ്റെ പേരല്ല. മഹത്തായ ത്യാഗം ചെയ്ത ആൾക്കാർ, ത്യാഗം, ബലി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ത്യാഗം എന്ന, മഹത്തായ ത്യാഗം ചെയ്ത ഒരു വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തിനെ മഹാബലി എന്ന് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ദ്രസേനൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ആ ഇന്ദ്രസേനൻ്റെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടി വന്ന ആ വാമനമൂർത്തി അദ്ദേഹത്തിൻ്റെ അഹങ്കാരം ശമിപ്പിക്കുകയും അതിനുശേഷം ഈ വാമനമൂർത്തി ഈ പറയുന്ന ഇന്ദ്രസേനനെ മഹാബലിയായിട്ട്, മഹത്തായ ത്യാഗം ചെയ്ത ബലിയായിട്ട് അദ്ദേഹത്തിനെ ഉയർത്തി ആ മഹാബലിയുടെ കാവൽക്കാരനായിട്ട്, സംരക്ഷകനായിട്ട് സാക്ഷാൽ മഹാവിഷ്ണു മാറിയ ഒരു കഥയുണ്ട്. ഈ വാമനമൂർത്തി മഹാബലിയുടെ കാവൽക്കാരനായി ഇന്ന് നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. അപ്പോൾ നമ്മളുടെ അഹങ്കാരമുണ്ടല്ലോ, നമുക്കെല്ലാവർക്കും അഹങ്കാരമുണ്ട്. ഈ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടി സാക്ഷാൽ വാമനമൂർത്തി ആ ദിവസം തിരുവോണ നാളിൽ അവതാരമെടുക്കുമെന്നും അന്നത്തെ ദിവസം നമ്മുടെ ഭവനത്തിൽ വന്ന് നമ്മുടെ അഹങ്കാരം തീർത്ത് നമ്മളെയും ശ്രേഷ്ഠമായ രീതിയിൽ നമ്മുടെയൊക്കെ സംരക്ഷകനായിട്ട് ആ വാമനമൂർത്തി ഉണ്ടാകും, നമ്മുടെ ഭവനത്തിലേക്ക് വരുമെന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ ആ വാമനമൂർത്തിയെ സ്വീകരിക്കാനാണ് പൂക്കളം ഒരുക്കുന്നതും ഭക്ഷണം ഒരുക്കുന്നതും. ഈ ഭക്ഷണത്തിൻ്റെ ആദ്യ ഇലയിട്ട് കൊടുക്കുന്നത് വാമനമൂർത്തിയെ സങ്കല്പിച്ചാണ്. ആദ്യം ഇലയിട്ടിട്ടാണ് കൊടുക്കും, പിതൃക്കൾക്കല്ല കേട്ടോ. അത് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ആ വാമനമൂർത്തിക്ക് കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ അതിഥിക്കല്ലേ ആദ്യം കൊടുക്കേണ്ടത്. അതാണ് തിരുവോണത്തിന് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നിൻ്റെ പിന്നിൽ ഐതിഹ്യമുണ്ട്. ഈ വിഷുവിൻ്റെ പിന്നിലൊരു ഐതിഹ്യമുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതാണ് നമ്മൾ ദൈവികമായിട്ടൊരു ചടങ്ങാണ്. നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് അതിന് മുന്നിൽ ആദ്യം നിലവിളക്ക് കൊളുത്തി വെച്ച് പട്ടി വിരിച്ച് അവിടെ അവരെ ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ച് ഇലയിട്ട് ഭക്ഷണം വിളമ്പേണ്ടത്. അല്ലാണ്ട് പിതൃക്കളല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പിതൃക്കൾക്കുള്ളത് എപ്പോഴാണ്? അവരുടെ ആണ്ടുബലിയും അവരുടെ ഈ പറയുന്ന അമാവാസി നാളിൽ ചെയ്യുന്ന ബലികളും. അല്ലാതെ മറ്റൊരവസരത്തിലും അവർക്ക് വേണ്ടി നമ്മൾ വീടിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുന്ന ചടങ്ങില്ല. ഇനി അതായിട്ട് നമ്മൾ ഉണ്ടാക്കരുത്. ചില ആൾക്കാർ ഗുരുവിനെ സങ്കല്പിച്ച് കൊണ്ട് വെക്കാറുണ്ട്, ഗുരുവ് സങ്കല്പത്തിൽ. ചില ആൾക്കാർ ഗണപതി സങ്കല്പത്തിൽ വെക്കാറുണ്ട്. അതല്ലാതെ മറ്റൊരു തരത്തിലും വെക്കാറില്ല. നമ്മൾ അബദ്ധവശാൽ തെറ്റ് ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യം ഞാൻ എടുത്തു പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന എന്ത് സംശയത്തിനും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മാത്രമല്ല ഈ പ്രഭാഷണവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലാതെയോ നിങ്ങൾക്കുണ്ടാകുന്ന എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് നേരിട്ട് സംസാരിക്കാനായിട്ടാണ് ഞാനൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്. ഈ പ്രഭാഷണം കേൾക്കുന്നതൊക്കെ ആ ഗ്രൂപ്പിലേക്ക് കടന്നു വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്കിലൂടെ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എല്ലാ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ ചോദിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാം. അവിടെ നമുക്ക് സംവാദം വരെ നടത്താൻ പറ്റുന്ന വിധത്തിലാണ് ഉള്ളത് എന്നർത്ഥം. ഏതായാലും ആ ലിങ്കിലൂടെ നിങ്ങൾ കടന്നു വരാൻ പറ്റുമെങ്കിൽ വരാം. മറ്റൊരു വീഡിയോ ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.